നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ ഒരുമിച്ച് പല തിരിമറികളും ഈ ഓഫീസിൽ നടത്തിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് കോടിക്കണക്കിന് രൂപയാ നമ്മൾ അടിച്ചു മാറ്റിയത്. എല്ലാം ഓർമ്മയുണ്ടല്ലോ? അറിയാം മേഡം, ഞാൻ ഇതുവരെ അത് ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ, ആ വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. അന്ന് തക്ക പ്രതിഫലം ഞാൻ നിനക്ക് തന്നതാ. ഇനിയുള്ള സഹായത്തിന് അതിന്റെ ഇരട്ടി പ്രതീക്ഷിക്കാം. ഇപ്പൊ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തുനിന്ന് മാഡം പോയില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ സ്ഥാനം പോയെന്ന് കരുതി ഇനി നീ എന്നെ അനുസരിക്കില്ലെന്നാണോ? പറ. അയ്യോ, അതല്ല മേഡം പറഞ്ഞത്. ആ ശ്യാമ മേഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ അടുത്ത് ഒരടവും നടക്കില്ല. ശ്യാമ മേഡം, അവളുടെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ എല്ലാ അടവും നടക്കുന്ന ഒരാളിവിടെ ഉണ്ട്. ശ്യാമയേക്കാൾ ഉയർന്ന പൊസിഷനിലുള്ള ഒരാൾ. അത് പുതിയ MD ആദിത്യൻ സാറല്ലേ? ആളെ ഒരു അയ്യോ പാവം കേസാ. ആളെ പറ്റിക്കാൻ എളുപ്പം. എങ്ങനെ? അറിയാലോ, ആദ്യേട്ടന് ശരിക്ക് ഓഫീസ് വർക്കൊന്നും അറിയില്ല. എല്ലാം സഹായിക്കാന്ന് ഏറ്റുപിടിച്ചിട്ടുള്ളത് അഖിയ, പിന്നെ ശ്യാമി. ഈ സാഹചര്യം നമ്മൾ മുതലെടുക്കുന്നു. എങ്ങനെ? സന്ദർഭം കിട്ടിയ അഖിയെയും ആദിയേട്ടനെയും നമ്മൾ തെറ്റിക്കണം. അതിനുള്ള വഴികൾ നോക്കണം. അതിനൊരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പറയൂ മേഡം. ഞാൻ പറയുന്നത് അതേ രീതിയിൽ നീ അനുസരിച്ചാ മതി. നീ നോക്കിക്കോ, ഒടുവില് ആദ്യേട്ടൻ അഖിയും ശ്യാമെന്ന് പറഞ്ഞ അപ്പൊ വെട്ടിക്കൊല്ലാൻ നിൽക്കും. അതിനുള്ള വഴിയാ ഇത്. മാഡത്തിന്റെ ഒരു ബുദ്ധി. മാഡം ഒരു സംഭവം തന്നെ. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നന്നായി. അമ്മേ, ദേ അരുണങ്കിള്. അങ്കിൾ, ഞാനില്ലാത്ത സമയം നോക്കി നീയാണ് ഇവിടുത്തെ വീട്ടുകാരനല്ലേ? നാട്ടുകാരുടെ മുന്നില് എന്റെ മോളെ മോശക്കാരിയാക്കി. ഞങ്ങള് പാവങ്ങളാ. ഒരു ചതി എന്റെ മോക്ക് പറ്റി. ഇങ്ങനെ പഞ്ചാര വർത്താനം പറഞ്ഞു വന്ന് എന്റെ മോളെ ചതിക്കാനാണ് നിന്റെ പ്ലാൻ അല്ലേ? അയ്യോ, നടക്കില്ല. അതിനി ഈ വീട്ടിൽ നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. അമ്മ, അത് നിർത്തടി. നീ ഇവിടെ സംസാരിക്കരുത്. ഇവൻ എന്താ പറയാനുള്ളത് അതാ എനിക്ക് അറിയേണ്ടത്. ഞാനേ പുറത്തിറങ്ങി ഒന്ന് വിളിച്ചാ മതി, അയൽക്കാരൊക്കെ ഓടിയെത്തും. ഇവനെ ഇവിടെ പിടിച്ചു കെട്ടും. അത് വേണോ അതോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇതെന്റെ വീടാ.
ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ ഈ നമ്പര് എന്റെ മോളുടെ അടുത്ത് ഇനി വേണ്ട. എന്റെ കൊക്കില് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ആളെ വിളിച്ചു കൂട്ടണോ അതോ നീ തന്നെ പുറത്തു പോവോ? എന്താ വേണ്ടേ അത് പറയേ. രണ്ടിലൊന്ന് എനിക്കിപ്പോ അറിയണം. അരുൺ പോവാൻ വാ. അരുൺ ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു പ്രശ്നം വേണ്ട. വാ അരുൺ വരാൻ. മോള് കണ്ട വിഷമാവും. വാ അരുൺ. അഭി കൈവിട്ടെ. അഭി നിന്റെ അമ്മ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനിതെല്ലാം മറുപടി പറഞ്ഞേനെ. അരുൺ അമ്മയുടെ പക്ഷത്തുനിന്ന് ആലോചിക്കുമ്പോ അമ്മ പറയുന്നത് ശരിയല്ലേ? ശരിക്കും അരുൺ അതൊന്ന് ആലോചിച്ച് നോക്ക്. അത് ശരിയല്ലേ? അപ്പോ അഭി എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അമ്മ പറഞ്ഞതുപോലെ അതുപോലൊരു ചതിയനാണോ ഞാൻ? അഭിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ വീണ്ടും വീണ്ടും കാണാൻ വരുന്നത്? അങ്ങനെയാണോ അഭിക്കും തോന്നിയിട്ടുള്ളത്? ഞാൻ അങ്ങനെ പറഞ്ഞോ? അഭി എന്തൊക്കെയായാലും അതൊക്കെ ഞാൻ അറിഞ്ഞോണ്ടായിരുന്നോ? അഭി നീ ജീവിച്ചിരിക്കുന്നു തന്നെ ഞാൻ അറിഞ്ഞപ്പോഴാ ഈ അടുത്ത കാലത്തല്ലേ? അതും നന്നായിട്ട് അഭിക്ക് അറിയാവുന്നതല്ലേ? അരുൺ അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി വിഷമിക്കല്ലേ? എന്റെ മോളും അഭി ഇവിടെ. ഞാൻ മനസ്സമാധാനം ഇല്ലാതെ അവിടെ കഴിയുന്നത്. മനസ്സിലെപ്പോഴും എന്റെ ശ്രീകുട്ടി, അഭി, നിങ്ങൾ രണ്ടാളും ഒപ്പമില്ലാതെ എനിക്ക് ആ ചിന്തയാ. എന്താ അരുൺ ഇങ്ങനെയൊക്കെ ഇപ്പോ? വേദനയുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് സഹിക്കത്തില്ല. ഐശ്വര്യ, പരിഹരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയിരിക്കാൻ ഞാനെല്ലാം പ്ലാൻ ചെയ്തതാ. അവസാന നിമിഷം ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ മോളെയും അഭിയെയും കാണാതിരിക്കാൻ എനിക്കിനി പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ എതിർത്താലും ഞാൻ ഇനിയും വരും. നിങ്ങളെ രണ്ടാളെയും കാണാതിരിക്കാൻ എനിക്കിനി പറ്റില്ല. നിനക്ക് ഇവളെ മോളെയും കാണാതിരിക്കാൻ പറ്റില്ല അല്ലേ? എന്നാലേ അതിന് പറ്റിയൊരു മാർഗം ഞാൻ പറയാം. ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ഇവളെയും കുഞ്ഞിനെയും ഞാൻ നിന്നോടൊപ്പം അയക്കാം. എന്നാ ശ്രീകുട്ടി കൂടി വിളിക്കട്ടെ. ഇവളെയും നിന്റെ മോളെയും കൊണ്ടുപോവാൻ നീ തയ്യാറാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.